മസാലയുടെ ഈ ഫ്ലോറിലേക്ക് അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുന്നു നിങ്ങൾക്കെല്ലാം സുപരിചിതനായ കലാകാരൻ അസിൻ ഷാ. ഇതിപ്പോ ക്യാരക്ടറായിട്ട് വന്നതാണോ അതോ ഇനി പെർഫോമൻസ് വന്നതാണോ ആകെ ഒരു കൺഫ്യൂഷൻ. ഈ കണ്ണാടി മാത്രമാണ് ഒരു വ്യത്യാസം. അല്ല, നമ്മുടെ ഇപ്പം എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫ്ലോർ അല്ലേ, ആമുഖത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇല്ല, ആമുഖത്തിന്റെ ആവശ്യമില്ല. അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം. ഓക്കെ, ശരി. ആദ്യമായിട്ട് നമ്മുടെ ബാഹുബലി എന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലെ നായകനേക്കാളും ഏറെ ഇഷ്ടപ്പെട്ടത് അതിലെ ഫസ്റ്റ് പാർട്ടിൽ വില്ലൻ കഥാപാത്രം ചെയ്ത കാലകേയൻ എന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ശബ്ദമാണ് ആ സിനിമയിലെ ശബ്ദമാണ്. പക്ഷെ അത് ഏത് ഭാഷയാണ് ഏത് അർത്ഥമൊന്നും എന്റെ ചോദിക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ ബാഹുബലിയിലെ വില്ലൻ കാലകേയൻ. നിംദ ദോസ്ര സ്റ്റൽമി ഹസ്ത ബുഷ്ക്രാക്കിനും മുംല മുഹിനു സുകൂൻ ലോഹക്കുവേ മിനു പീസ്ത മിനു മീസ്ര ഷുക്കുവേ മിൻ ബാത്ത് ചോഹോ സഹസ്രമ മാഗ്ഷ്മദിം കിനും മിൻ ബാത്ത് ചോഹോ ഷോക് നമ്മുടെ സീക്കുതെ റാച്ചു ആർ. ഓ, പൊളിച്ച്. അടിപൊളി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സിദ്ദിഖ് ലാലിലെ ലാൽ. അദ്ദേഹം ഇന്ന് ഈ കോമഡി മസാല വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണയായി എന്തായിരിക്കും പറയുന്നത് നോക്കാം. സിദ്ദിഖ് ലാലിലെ ലാൽ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. സുന്ദരനും സുമുഖനുമായ നെൽസൺ, അതുപോലെ തന്നെ മമിക്രി വേദിയിലെ അഗ്രഗണ്യനായ ഹർശ്രീ മാർട്ടിൻ, അതുപോലെ തന്നെ സുന്ദരി ആയ അശ്വതി, അതുപോലെ സുന്ദരന്മാരും സുന്ദരികളുമായ ഈ അമൃത ചാനലിൻ്റെ കോമഡി മസാലയിലെ പ്രിയ സുഹൃത്തുക്കൾ, എന്തായാലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ ഞാനൊരു വേദിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ഒരു പാട്ടോ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഡയലോഗോ പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഹണീബിൽ പാടിയ ഒരു പാട്ട് പാടാം. മനസ്സിൽ കുഴക്കണ പെണ്ണ് ഷഹനായി പാടുന്ന കണ്ണ് സബലവര് കണ്ണുകൂട് സാരംഗി പാടുന്ന പൊന്നെ. നീ കൊടുക്കുന്ന ഗ്ലാമറാടാ പൊന്നെ. താങ്ക് യു വെരി മച്ച്. ശബ്ദം മാത്രമല്ല, അദ്ദേഹം പാടിയ പാട്ടും അതേ ശബ്ദത്തിൽ പാടി കളഞ്ഞു. അടിപൊളി. നമ്മളെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും എല്ലാ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന നടനാണ് പ്രകാശ് രാജ്. അദ്ദേഹത്തിന്റെ പോക്രി എന്ന സിനിമയിലെ സംഭാഷണം അദ്ദേഹത്തെ വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 1-2 തെലുങ്ക് സിനിമകൾ എനിക്ക് മലയാളത്തിലേക്ക് ഡബ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോമഡി മസാലയിൽ ഈ ഒരു സംഭവം ചെയ്യാൻ സാധിച്ചൊരു സന്തോഷം. അപ്പോൾ പ്രകാശ് രാജ്, പോക്രി എന്ന സിനിമയിലെ സംഭാഷണം പ്രകാശ് രാജ്. என்ன பண்ணுவேன்? என்ன கோர்ட்டு கொண்டு நிக்க வைப்பேன். எனக்கு நான் சொல்லுவோம் தெரியுமா? நானும் அமிதாப் பச்சனும் க்ளோஸ் ஃப்ரெண்ட் சொல்லுவேன். எவனுக்கு நான் ஒரு இந்த வீடியோ இருக்கு, உங்களை சூப்பர் ஸ்டார் ரஜினிகாந்த் நான் பிசினஸ் பார்ட்னர் சொல்லுவேன். எவனுக்கு நான் உனக்கு கட்டுப்படுத்தவர்களே தூங்காது தம்பி தூங்காது சொல்ல ஐ லவ் യു. ഇതിനപ്പുറത്തൊരു പ്രകാശ് രാജ് ഇല്ല അല്ലേ? പെർഫെക്റ്റ്. ചുമ്മാ അതല്ല, പ്രകാശ് രാജിന് വേണ്ടി മലയാളത്തിന് സിനിമയ്ക്ക് ഡബ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒരു സമയത്ത് ഹീറോ ആയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും സകലകലാവല്ലഭനായ ശ്രീ കമലഹാസൻ, അദ്ദേഹത്തിന്റെ മോഹൻലാലുമായി അഭിനയിച്ച ഉന്നൈ പോൽ ഒരുവൻ എന്ന സിനിമയിലെ സംഭാഷണം ശ്രീ കമൽഹാസൻ. நான் சொல்றது கேவலமா எடுத்திருக்காங்க. இந்த சீட்டையெல்லாம் 5 இடத்தில் பொம்பு வச்சிருக்கேன். கண்டிப்பா 6 மணி நேரம் அது வெடிக்கும். இதெல்லாம் ஒரு குபனோ செய்ய முடியுமா மிஸ்டர் மாறார்? താങ്ക് യു. അവസാനമായിട്ട് അന്യൻ എന്ന സിനിമ നമ്മൾ കണ്ടു. അന്യൻ സിനിമയിൽ ക്ലൈമാക്സ് സീനിൽ പ്രകാശ് രാജും വിക്രമും തമ്മിൽ ഒരു കോമ്പിനേഷൻ സീനുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ക്ലൈമാക്സ് സീൻ. ഇവിടെ 3 കഥാപാത്രങ്ങളാണ്. ഒന്ന് അമ്പി, അന്യൻ, പോലീസ് ഓഫീസറായ പ്രകാശ് രാജ്. தெரியுமா விசால கட்டகம் சூஜால குத்ர தெரியுமா வத்திர கட்டகம் முள்ளல் அடிப்பே. என்ன சரி நான் என்ன பண்றேன்? நீ ஒண்ணு பண்ண வேண்டாம், எல்லாம் நானே பண்ணி காட்டுறேன். பாடி கம்பனாட்டி ஏண்டா முழப்புற? ஏண்டா நான் செஞ்ச கொலைக்கு அம்பியை சித்திரவதை பண்றேன். யாரு சார் அவர் இப்படி பொடி அடிச்சு
സാർ മൂക്കിൽ രക്തം വരും സാർ. நடிக்காத நடிக்காத நானே பெரிய நடிகர் நீ கேட்க நடிக்காத உன்னை சுட்டு கொன்னுடுவே தைரியம் இருந்தா என்ன சுட மாட்டேன். என்ன சொல்ற பெருமாள் சத்தியம் அந்த 5 கொலை நான் தப்பு பண்ணவில்லை. பண்ணது நான் தான் ஐயோ சார் பயமா சார் விளை விட்டுரு. டேய் அங்கு விளைவிட்டு ஏடாடா நான் பார்த்துருக்கேன் சிவாஜி பார்த்துருக்கேன் ரஜினி பார்த்துருக்கேன் கமல்லாம் பார்த்துருக்கேன் நம்மளால பார்த்ததா இல்லடா சர்வ தர்மா முடிச்சிச்ச மாமேகம் சர்வம் பிரஜா ஆந்திராக் சர்வ பிராபீத்தியம் முக்தி க்ஷாமி மோக்ஷசா இது சர்ம ஸ்லோகம் சாகிறதுக்கு முன்னாடி கேட்குறத கடைசி ஸ்லோகம் சொல்லா ஐ லவ் யூ അപ്പാ. കൈയടിക്കാൻ പോലും മറന്നിരിക്കാൻ ഇത്ര സമയം. സീരിയസ്ലി സൂപ്പർ Thank you. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. എന്തേലും പറയാനുണ്ടോ ഇനി? ഇതിനൊക്കെ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി ഞാൻ വളരെ പിന്നിലാണ്. എനിക്ക് യോഗ്യതയില്ല ഇതിനൊന്നും അഭിപ്രായം പറയാനായിട്ട് സത്യം. അത്രയ്ക്ക് ഗംഭീരമായി നമ്മൾ വിക്രം സാർ 2 പേരെയാണ് ആ സമയത്ത്, ഇത് 3 പേരെ ഒരുമിച്ച് നമ്മൾ അതെ, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയാനാണ്? അസിം ഷാ അണ്ണാ കലക്കി അടാറാണ് അടാറ്. ആഹാ, ഇത്ര പെട്ടെന്ന് ന്യൂ ജനറേഷൻ ആയാ? അതല്ല, ഈ പറഞ്ഞ നെൽസൺ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സ്റ്റാർസുകളൊക്കെ ഇത്രയും നല്ല കൃത്യമായിട്ട് അതേ ടോണിൽ തന്നെ അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റാണ്. അത് കലാകാരനെ ഞാൻ നമിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓഡിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പെർഫോമൻസ് അല്ലേ? അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും വണക്കം. താങ്ക് യു.